ജിബൂട്ടി എന്ന രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറെ അതിർത്തി പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ. ലേക്ക് അബ്ബെ എന്ന പ്രദേശത്ത് 5:30 മണി കഴിഞ്ഞിരിക്കുന്നു. ലൈംസ്റ്റോൺ ചിമ്മിനികളാണ് ഇക്കാണുന്നതെല്ലാം. ഇങ്ങനെ കാണുമ്പോൾ ചെളി കുന്നുകൂടി നിൽക്കുകയാണെന്ന് തോന്നും. പക്ഷേ അതത്ര മൃദുവല്ല. പാറയുടെ ഉറപ്പുള്ള ചിമ്മിനികളാണ്. 50 മീറ്റർ വരെ ഉയരമുള്ള ലൈംസ്റ്റോൺ ചിമ്മിനികളുണ്ടിവിടെ. ഭൗമാന്തർഭാഗത്തു നിന്നും പുറംതള്ളപ്പെടുന്ന ചെളിയും സൾഫറും ലാവയുമെല്ലാം പുറത്തുവരുന്ന വെന്റുകളാണ് ഇത്തരത്തിലുള്ള ഓരോ ചിമ്മിനിയും. എത്രയോ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതുമാണ് അവയെല്ലാം. മൈതാനം പോലുള്ള അതിവിസ്തൃതമായൊരു പ്രദേശത്താകെ ഉയർന്നു നിൽക്കുന്ന ചിമ്മിനികൾ. പണ്ട് വലിയൊരു അഗ്നിപർവ്വത മുഖമായിരുന്നു ഈ പ്രദേശം. മുന്നിൽ ടൂറിസ്റ്റുകളുടെ ഏതാനും വാഹനങ്ങൾ കാണാം. ടൂറിസ്റ്റുകളല്ലാതെ മറ്റാരും ഇവിടേക്ക് വരാറില്ല. ഫ്രഞ്ചുകാർ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ടൂറിസ്റ്റുകളാണ് കൂടുതലും. ചിലർ വാഹനത്തിൽ നിന്നിറങ്ങി ചിമ്മിനികളുടെ സമീപത്തേക്ക് നടക്കുന്നു. കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഓരോ ദിവസവും ശരാശരി 30-40 ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണിത്. ഏതാനും ടൂറിസ്റ്റുകൾ അങ്ങുമിങ്ങും നടക്കുന്നുണ്ട്. ആളുകളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ചിമ്മിനികളുടെ ഉയരം എത്രയുണ്ടെന്ന് വ്യക്തമാകും. മണ്ണിന്റെ നിറം മാത്രമേയുള്ളൂ അതിന്. പാറ പോലെ ഉറച്ച ഫോർമേഷനുകളാണ്. എത്ര കാലമായി ലൈംസ്റ്റോൺ ചിമ്മിനികൾ ഇവിടെ രൂപം കൊള്ളാൻ തുടങ്ങിയിട്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല. ലക്ഷക്കണക്കിന് വർഷം മുൻപ് സംഭവിച്ച ഭൂവൽക്ക പാളികളുടെ അകന്നുമാറലാണ് ഈ മേഖലയുടെ ഇന്നത്തെ രൂപം സൃഷ്ടിക്കപ്പെടാൻ കാരണം. അറേബ്യൻ, ന്യൂബിയൻ, സൊമാലിയൻ ഭൂവൽക്ക പാളികൾ അകന്നുമാറിയപ്പോൾ ഇവിടെ ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനവും ലാവാപ്രവാഹവും ഉണ്ടായെന്നാണ് ചരിത്രം. ലാവാപ്രവാഹം നിലച്ചപ്പോൾ തണുത്തുറഞ്ഞ അഗ്നിപർവ്വത മുഖം 100 കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു തടാകമായി മാറി. തടാകത്തിനടിയിൽ നിന്നും പല പല സ്പോട്ടുകളിൽ മാഗ്മ പുറം തള്ളിക്കൊണ്ടിരുന്നു. അത് തടാകത്തിലെ ഉപ്പുജലവുമായി പ്രവർത്തിച്ച് വലിയ പുറ്റുകളായി രൂപപ്പെട്ടു. ഭൂമിക്കടിയിൽ നിന്നും ചെറുദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പ്രവഹിച്ച കാൽസ്യം കാർബണേറ്റ് ഉൾപ്പെടെയുള്ള സംയുക്തങ്ങളാണ് ഇങ്ങനെ ചിമ്മിനികളായി രൂപപ്പെട്ടത്. കാലക്രമത്തിൽ തടാകത്തിലെ ജലം വറ്റിയപ്പോൾ ലൈംസ്റ്റോൺ ചിമ്മിനികളുടെ വലിയൊരു പ്രദേശമായി മാറി ഇവിടം. ശരിക്കും കടലിനടിയിലെ പവിഴപ്പുറ്റുകളുടെ രൂപം തന്നെയാണ് ഈ ചിമ്മിനികൾക്ക്. ഒരു കാലത്ത് ഉപ്പുജലം നിറഞ്ഞുകിടന്ന ഒരു തടാകത്തിന്റെ അടിത്തട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും ഇവിടെ സജീവമായ ജിയോ തെർമൽ പ്രതിഭാസങ്ങളുണ്ട്. മറ്റേതോ ഒരു ഗ്രഹത്തിൽ എത്തിച്ചേർന്ന പ്രതീതിയാണ് ഇതിലെ സഞ്ചരിക്കുമ്പോൾ. 1968 ഇറങ്ങിയ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമയുടെ ഒരു പ്രധാന ലൊക്കേഷൻ ഈ പ്രദേശമായിരുന്നു. വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. വിജനമായ പ്രദേശത്ത് പ്രേതരൂപികളെ പോലെ ഉയർന്നു നിൽക്കുന്ന ചിമ്മിനികൾ. ചില നേരങ്ങളിൽ ചില ചിമ്മിനികളുടെ നെറുകയിൽ നിന്നും നീരാവി അന്തരീക്ഷത്തിലേക്ക് പടരും. ഭൂഗർഭത്തിൽ നിന്നും ചൂടുനീരും രാസസംയുക്തങ്ങളും പുറത്തേക്ക് പ്രവഹിക്കുമ്പോഴാണത്. പടുകൂറ്റൻ ചിതൽപുറ്റുകൾ പോലെ കുറേയേറെ ഫോർമേഷനുകൾ. അതിനിടയിലൂടെയുള്ള യാത്ര രസകരമാണ്. ലൈംസ്റ്റോൺ ചിമ്മിനികൾ പിന്നിടുന്നതോടെ വിശാലമായൊരു സമതല പ്രദേശത്തേക്ക് എത്തുകയായി. മണ്ണിന് ചെറിയ നനവുണ്ട്. അതിനടിയിൽ ഉപ്പുജലമുണ്ടെന്നാണ് കാറിൽ എന്നോടൊപ്പമുള്ള പോലീസുകാരൻ ഇദ്രിസ് പറയുന്നത്. ലേക്ക് അബ്ബെ എന്ന ഉപ്പുതടാകത്തിന്റെ ഭാഗം തന്നെയാണിവിടം. അതുകൊണ്ടാണ് മണ്ണിന് നനവ്. മുന്നിൽ അങ്ങു ദൂരെ വെളുപ്പു നിറത്തിൽ ഏതാനും നിർമ്മിതികൾ കാണാം. ഒരു ചെറിയ കുന്നിന്റെ മുകളിലാണത്. ആ കുന്നിൻ മുകളിലേക്കാണ് ഞങ്ങൾക്കും എത്തേണ്ടത്. ജിബൂട്ടിയുടെ എത്യോപ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണിത്. ഞങ്ങൾ പോകുന്നതും ബോർഡറിലേക്കാണ്. അക്കാണുന്ന കുന്നിനപ്പുറമാണ് എത്യോപ്യ. കുന്നിന്റെ പകുതി ഭാഗം ജിബൂട്ടിയുടേതും മറുപകുതി എത്യോപ്യയുടേതുമാണ്.
ഉടഞ്ഞ ലാവക്കല്ലുകൾ കൂടിക്കിടക്കുന്നു. ആ കല്ലുകൾ ഇരുഭാഗത്തേക്കും വകഞ്ഞുമാറ്റിയാണ് പാതയുണ്ടാക്കിയിരിക്കുന്നത്. കുന്നുകളിലാകെ പല വലിപ്പമുള്ള ലാവാക്കല്ലുകൾ പടർന്നു കിടക്കുന്നു. അതിനപ്പുറം കുന്നിന്റെ ഏറ്റവും മുകളിൽ 3 പെട്ടികൾ നിരത്തിവെച്ചതുപോലെ എന്തോ ചില നിർമ്മിതികൾ. അതാണ് നമ്മുടെ ക്യാമ്പെന്ന് പിൻസീറ്റിലിരിക്കുന്ന ഇദ്രിസ് പറഞ്ഞു. അവിടെയായിരിക്കും ഇന്ന് രാത്രിയിലെ താമസം. ഒരു പാർക്കിംഗ് ഏരിയയിലേക്കാണ് വാഹനം എത്തിയിരിക്കുന്നത്. കല്ലിനുമേൽ കുമ്മായമടിച്ചൊരുക്കിയ പാർക്കിംഗ് ഏരിയ. കല്ലുകൊണ്ട് തന്നെ അതിരടയാളപ്പെടുത്തിയ വഴി അവസാനിക്കുന്നത് ഏതാനും കൂടാരങ്ങൾക്കരികിലാണ്. അഫാർ ഗോത്രഗ്രാമങ്ങളിൽ ഞങ്ങൾ മുൻപേ കണ്ട കൊട്ട കമിഴ്ത്തി വെച്ചതുപോലുള്ള കൂടാരങ്ങൾ. അതിനു സമീപം 1-2 വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അതിൽ നിന്നും ടൂറിസ്റ്റുകൾ ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങളും വാഹനം നിർത്തി പുറത്തിറങ്ങി. കുന്നിൻ മുകളിലെ ചെറുമൈതാനത്ത് നിറയെ കൂടാരങ്ങൾ. ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പ് ഇവിടെയാണ്. സുരേഷും സുഹൃത്തുക്കളും ചേർന്ന് വണ്ടിയിൽ നിന്ന് ബാഗുകളെല്ലാം പുറത്തെടുത്തു. ഞാൻ കൂടാരങ്ങൾക്കിടയിലൂടെ നടന്നു. ഇത്തരം ഗോത്ര വീടുകളിലൊന്ന് ഇന്ന് രാത്രി എനിക്ക് താമസിക്കാനുള്ളതാണ്. 8,000 ഇന്ത്യൻ രൂപ വരും ഈ ഒരു കൂടാരത്തിന്റെ ഒരു രാത്രിയുടെ വാടക. ഇത്തരം കൂടാരങ്ങളുള്ള മറ്റേതാനും ക്യാമ്പുകൾ കൂടി ഈ പരിസരത്തുണ്ട്. അതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പണിതിരിക്കുന്നതാണ്. അവിടെയും ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. തഴപ്പായ കൊണ്ടാണ് ഇതും മേഞ്ഞിരിക്കുന്നത്. നേരത്തെ സന്ദർശിച്ച കുത്തബുയ ഗ്രാമത്തിൽ കണ്ട വീടുകളുടെ ഒരു പതിപ്പ്. കൂടാരങ്ങളിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വൃത്താകാരത്തിൽ കല്ലടുക്കി നിർമ്മിച്ച ചില കുടിലുകളുമുണ്ട്. ഒരുതരം കാട്ടുപനയുടെ ഓല കൊണ്ടാണ് അതിന്റെ മേൽക്കൂര മേഞ്ഞിരിക്കുന്നത്. താമസത്തിന് ഏതു വേണമെന്ന് എനിക്ക് തീരുമാനിക്കാം. ഞാൻ അത്തരമൊരു കുടിലിലേക്ക് കയറി ചെന്നു. ഒരു കയറ്റുകട്ടിലും ക്യാൻവാസ് കട്ടിലും, ചുള്ളിക്കമ്പുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മേൽക്കൂര. പക്ഷേ കുടിലിന് വാതിലില്ല. അതിൽ നിന്ന് പുറത്തിറങ്ങി. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത്തരം കുട്ടക്കുടിലാണ്. പരമ്പരാഗതമായ അഫാർ ഗോത്ര കൂടാരം. ജിബൂട്ടിയിൽ മാത്രമല്ല, എത്യോപ്യയിലും എറിത്രിയയിലുമെല്ലാം ഇത്തരം വീടുകളുണ്ട്. കല്ലുപടുത്തുണ്ടാക്കിയ ഇത്തരം കുടിലുകളിലും ഗോത്രവിഭാഗക്കാർ വസിക്കാറുണ്ട്. എത്ര കൂടാരങ്ങൾ വേണമെന്നത് സംബന്ധിച്ചാണ് ചർച്ച. ഒടുവിൽ 3 കൂടാരങ്ങൾ എന്ന് തീരുമാനമായി. സുരേഷിനും 2 സുഹൃത്തുക്കൾക്കും കൂടി ഒരു കോട്ടേജ് മതി. ഇദ്രിസിനും മമാക്കിക്കും കൂടി മറ്റൊരു കൂടാരം. എനിക്ക് വേണ്ടി ഒന്നും. ഈ പയ്യനാണ് ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് ചുമതല. അവൻ ഞങ്ങൾക്കുള്ള കൂടാരങ്ങൾ ഒരുക്കി തുടങ്ങി. 3 പേർക്കുള്ള കൂടാരമാണ് ആദ്യം തയ്യാറാക്കുന്നത്. വലിയ കൂടാരമാണ്. 4-5 കട്ടിലുകളിടാം. എല്ലാ കട്ടിലിനും മുകളിൽ കൊതുകു വലയുണ്ട്. ബെഡുകൾ കട്ടിലിൽ നിരത്തി. നല്ല ബെഡ്ഷീറ്റുകൾ വിരിച്ചു. വലിയ ഉത്സാഹിയാണ് പയ്യൻ. 2 ബെഡുള്ള കൂടാരത്തിന്റെ വാടകയാണ് 8,000 രൂപ. എക്സ്ട്രാ ബെഡിന് അധിക തുക നൽകണം. ഒരു കൂടാരം റെഡിയായി. ഇദ്രിസ് അതിനകം ഒന്ന് കണ്ട് വിലയിരുത്തി. 3 പേർക്ക് കിടക്കാമെന്ന് ആംഗ്യത്തിലൂടെ സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു. അടുത്തതായി എനിക്കുള്ള കൂടാരം എവിടെയായിരിക്കണമെന്ന് ഇദ്രിസാണ് തീരുമാനിക്കുന്നത്. സുരക്ഷയുടെ ചില കാര്യങ്ങളും നോക്കണം. സംഘത്തിലെ മറ്റുള്ളവർ താമസിക്കുന്ന 2 കൂടാരങ്ങളുടെ മധ്യത്തിലാവട്ടെ എനിക്കുള്ള കൂടാരമെന്ന് ഇദ്രിസ് തീരുമാനിച്ചു. ഇദ്രിസ് കാണിച്ചുകൊടുത്ത കൂടാരം എനിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഇതിലും 2 കട്ടിലുണ്ട്. മെത്ത ഒന്നിനുമേൽ മറ്റൊന്നിട്ട് സൗകര്യപൂർവ്വം കിടക്കാമെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴേക്കും 2ാമത്തെ മെത്തയുമെടുത്ത് പയ്യൻ പുറത്തിറങ്ങിപ്പോയി. അവനത് മറ്റൊരു കൂടാരത്തിൽ കൊണ്ടുചെന്നിടുകയാണ്. ഇദ്രിസിനും മമാക്കിക്കുമുള്ള കൂടാരമാണത്. ഒരു ഭാഗത്ത് ടോയ്ലറ്റുകളുടെ ഒരു കോംപ്ലക്സ് ഉണ്ട്. പൊതു ടോയ്ലറ്റാണ്. അക്കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും ആശങ്ക. ടോയ്ലറ്റ് ഒന്ന് കാണണം. കുഴപ്പമില്ല.
ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സായിപ്പുമാർ ഉപയോഗിക്കുന്നതും ഇതുതന്നെ. മിക്ക കൂടാരങ്ങളിലും ഇന്നാളുണ്ട്. ടൂറിസ്റ്റ് സീസണിൽ എല്ലാ ദിവസവും ഇത്തരം ക്യാമ്പുകളിൽ നിറയെ ആളുകൾ ഉണ്ടാവാറുമുണ്ട്. നിസ്സാരമായ മുതൽ മുടക്കിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കുന്ന ടൂറിസം വിദ്യയാണിത്. ഈ കൂടാരങ്ങൾ ഒരുക്കുന്നതിന്റെ ചെലവ് മാത്രമേ ഉള്ളൂ. പ്രകൃതിക്കും ദോഷമില്ല. ഇത്തരം ബുദ്ധിയാണ് ടൂറിസത്തിൽ നമ്മളും പ്രയോഗിക്കേണ്ടത്. എല്ലായിടത്തും വലിയ റിസോർട്ടുകളും 5 സ്റ്റാർ ഹോട്ടലുകളും തന്നെ വേണമെന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ സംവിധാനങ്ങളിൽ പ്രകൃതിയെ അറിഞ്ഞ് അതിന്റെ വന്യത ആസ്വദിച്ച് താമസിക്കാൻ ടൂറിസ്റ്റുകൾക്കും താൽപ്പര്യമാണ്. അത്തരത്തിലുള്ള നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് സഞ്ചാരത്തിലൂടെ ഞാൻ കണ്ടറിയുന്നത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പാർക്കിംഗ് ഏരിയയുടെ ഒരതിരിൽ ഒരു ഷെഡ് കാണാം. അടുക്കളയും ഭക്ഷണശാലയുമെല്ലാം അവിടെയാണ്. ഭക്ഷണം കൂടാരത്തിലെത്തിച്ചു തരികയൊന്നുമില്ല. ഇദ്രിസ് എന്തോ തേടിയെന്നോണം അങ്ങുമിങ്ങും നടക്കുന്നുണ്ട്. ഒരു കല്യാണ വീട്ടിലെ കാർണവരെ പോലെയാണ് ഇദ്രിസിന്റെ മട്ടും ഭാവവും. ആദ്യം കണ്ടപ്പോൾ മടിയനായ ഒരു ജിബൂട്ടിക്കാരനാണ് ഇയാളെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയല്ല. നല്ല ചുറുചുറുക്കും കാര്യഗൗരവവുമുള്ളയാളാണ്. പൂർണ്ണമായും വിശ്വസിക്കാം. കെയർടേക്കർ പയ്യൻ ഇപ്പോൾ മറ്റൊരു ജോലിയിലാണ്. അവൻ മേശകൾ ഷെഡിനകത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുചെന്നിടുന്നു. അത്താഴമൊരുക്കുക ഈ നെടുമ്പുരയുടെ മുറ്റത്താണ്. വൈകുന്നേരം മരുഭൂമിയിൽ തുറന്ന സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് സഞ്ചാരികൾക്കും ഇഷ്ടം. 60ഓളം പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ക്യാമ്പിൽ. ഇന്നത്തെ അതിഥികൾ എത്ര പേരാണോ അവർക്കുള്ള മേശയും കസേരയും ഒരുക്കിയിടുകയാണ് പയ്യൻ. അടുക്കള ഈ നെടുമ്പുരയുടെ പിറകിലാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഇങ്ങനെയുള്ള 1-2 കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. ക്യാമ്പിലെ വിലപിടിച്ച സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ അതാണ്. സീസൺ അല്ലാത്തപ്പോൾ ക്യാമ്പിലെ സാധനങ്ങൾ ഇതിനകത്ത് കൂട്ടിവെക്കുകയാണ് ചെയ്യുക. അടുക്കളയും ക്യാമ്പിലെ പണിക്കാരുടെ താമസയിടവുമാണ് പിന്നിൽ കാണുന്നത്. അവിടെ ചെറിയ ആളനക്കമുണ്ട്. അങ്ങനെ നിൽക്കെ കൂടുതൽ വണ്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ജിബൂട്ടി സിറ്റിയിൽ നിന്നും പുറപ്പെട്ട ടൂറിസ്റ്റുകൾ തന്നെയാവാം അതിലുള്ളത്. ധാരാളം വാഹനങ്ങൾ ഇവിടെ എത്താറുണ്ടെന്ന് പാർക്കിംഗ് സ്ഥലത്തിന്റെ വിസ്തൃതി കണ്ടാലറിയാം. ചില സമയങ്ങളിൽ 70 ആളുകൾ വരെ ക്യാമ്പിൽ ഉണ്ടാവാറുണ്ടത്രേ. 3 പെട്ടികൾ പോലെ അക്കാണുന്നത് താമസയിടങ്ങളാണ്. ഡോർമെട്രി പോലുള്ള സംവിധാനം. ഇവിടെ അടുത്തുതന്നെ മറ്റൊരു ക്യാമ്പ് കൂടിയുണ്ട്. അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വൈകുന്നേരമായതോടെ നല്ല തണുപ്പ് വീണുകഴിഞ്ഞു. പുതിയ അതിഥികൾ ബാഗും മറ്റുമായി തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കൂടാരം തേടുന്നു. വെയിൽ മാഞ്ഞിട്ടില്ല. എങ്കിലും നല്ല തണുപ്പാണിപ്പോൾ. മിക്ക കൂടാരത്തിലും ആളുകളായി കഴിഞ്ഞു. എല്ലാ കൂടാരത്തിനും തഴപ്പായ കൊണ്ട് തന്നെയുള്ള വാതിലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മറയുണ്ട്. ചുരുട്ടിവെച്ചിരിക്കുന്ന ആ പായ് ചിലർ മാത്രമേ താഴ്ത്തിയിടാറുള്ളൂ. മറ്റെല്ലാവരും കൂടാരവാതിൽ തുറന്നുവെച്ചു തന്നെയാണ് ഉറങ്ങുന്നത്. 30ഓളം ആളുകൾ ഇന്ന് ക്യാമ്പിലുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴി പലയിടത്തും വെച്ച് ഞങ്ങൾ കണ്ടവരുമുണ്ട്. ഇവിടെ ഒരു വശത്തു നിന്നാൽ താഴ്വാര കാഴ്ച കാണാം. അതിവിസ്തൃതമായ മൈതാനം. അസ്തമയവും ഉദയവും ഇവിടെ നിന്നുള്ള സവിശേഷ കാഴ്ചകളാണ്. അതിമനോഹരമായൊരു ദൃശ്യം. ഇത് ഭൂമി തന്നെയാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു. ഈ ദൃശ്യം കാണാനാണ് ആളുകൾ പ്രധാനമായും ഇവിടേക്ക് വരുന്നത്. ചക്രവാളത്തിന്റെ നിറവും ഉയർന്നു നിൽക്കുന്ന ചിമ്മിനികളും പൊടി ഉയർത്തുന്ന മരുക്കാറ്റുമെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന അഭൗമമായ ഒരു കാഴ്ച.
പല ലെയറുകളായി ലൈംസ്റ്റോൺ ചിമ്മിനികൾ. കുന്നിറങ്ങി താഴ്വാരത്തുകൂടി ഒന്ന് നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നല്ല തണുത്ത കാറ്റ്, സുഖകരമായ കാലാവസ്ഥ. ഗംഭീരമായൊരു അനുഭവമാണിത്. ഈ ദൃശ്യത്തിലൂടെ ആ അനുഭവം പൂർണ്ണമായും വിവരിച്ചു തരാൻ എനിക്കാവുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. മമാക്കിയും ഇദ്രിസുമൊക്കെ ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് ചില ഗ്രാമങ്ങളുണ്ട്. എതിരെ ഗ്രാമത്തിലെ ചെറുപ്പക്കാരുടെ ഒരു സംഘം കടന്നുവരുന്നു. മറ്റേതോ ഗ്രാമത്തിൽ പോയി മടങ്ങുന്നവരാകാം. മരുഭൂമിയെ മുറിച്ചു കടന്നെന്നോണം അവരങ്ങനെ പോകുന്നു. എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ചില കസർത്തുകളൊക്കെ കാണിച്ച് അവർ കടന്നുപോയി. അവരുടെ ജീവിതം ഈ മരുഭൂമിയിലാണ്. ഇവിടുത്തെ വെയിലും മരുക്കാറ്റും തണുപ്പുമെല്ലാം അവരുടെ ജീവിതത്തിന്റെ ഭാഗവുമാണ്. അങ്ങനെ നിൽക്കെയാണ് കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുമായി ഇവന്റെ വരവ്. അസ്തമനം കാണാൻ ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞുള്ള വരവാണ്. അവന്റെ കയ്യിൽ മാലകളും മാൻകൊമ്പുകളും ഏതാനും ശില്പങ്ങളുമാണുള്ളത്. ചെറിയ തുകയ്ക്കുള്ള സാധനങ്ങളാണ്. ദരിദ്രമായ ഒരു കുടുംബത്തിലെ അംഗമാണിവൻ. അസൽ അഫാറി പയ്യൻ. അഫാറികൾ മുൻവശത്തെ പല്ലുകൾ കൂർപ്പിച്ചു വെച്ചിരിക്കും. അത് കണ്ടാൽ ആൾ അഫാറി ഗോത്രക്കാരനാണെന്ന് തിരിച്ചറിയാം. മുന്നിൽ അതിമനോഹരമായ കാഴ്ചയാണ്. സൂര്യൻ ലൈംസ്റ്റോൺ ചിമ്മിനികൾക്കപ്പുറം മറഞ്ഞുകഴിഞ്ഞു. നേരം 6:30. ആളുകൾ മരുഭൂമിയിലെ സായന്തന കാഴ്ച ആസ്വദിച്ചങ്ങനെ നടക്കുന്നു. കുടുംബമായി വന്നവർ വരെയുണ്ട്. ക്യാമ്പിലുള്ളവർക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം ഇതാണ്. നെടുമ്പുരയ്ക്ക് മുന്നിൽ മേശകസേരകൾ നിരത്തിയിട്ട ഭാഗത്തേക്ക് ഞങ്ങൾ ചെന്നു. ചിലർ ഒരു മേശയ്ക്ക് ചുറ്റും നിന്ന് എന്തൊക്കെയോ കാണുന്നുണ്ട്. ഞാനും അവിടേക്ക് ചെന്നു. കുറച്ച് കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി നിരത്തിവെച്ചിരിക്കുന്നു. ഇവിടെയടുത്ത് ഒരു ഗോത്ര ഗ്രാമമുണ്ട്. അവിടെയുള്ള ആളുകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ്. നല്ല കൃത്യതയുള്ള നിർമ്മാണം. ഭക്ഷണമെത്താൻ ഇനിയും സമയമെടുക്കും. എങ്കിലും ചിലരൊക്കെ വന്ന് സീറ്റ് പിടിച്ചു കഴിഞ്ഞു. കൂടാരത്തിനകത്ത് അധിക സമയം ഇരിക്കാനുമാവില്ലല്ലോ. ഇതാണ് ക്യാമ്പിലെ പൊതു ഇടമെന്ന് പറയാം. എല്ലാ ടേബിളിലും കട്ടൻ കാപ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളുമായി ഇന്നിനി 1-2 വാഹനങ്ങൾ കൂടി വരാനുണ്ടെന്നാണ് അറിഞ്ഞത്. നേരമിരുണ്ടു. ഒരു ചെറിയ ജനറേറ്റർ ക്യാമ്പിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ പൊതുസ്ഥലങ്ങളിലൊക്കെ ലൈറ്റ് തെളിയും. റെസ്റ്റോറന്റിന് മുന്നിൽ എല്ലാവരും ഒത്തുകൂടി. രാത്രി 10 മണി വരെ മാത്രമേ ജനറേറ്റർ പ്രവർത്തിക്കുകയുള്ളൂ. അടുക്കളയിൽ ഭക്ഷണം ഒരുങ്ങുകയാണ്. സമയം 7:30 ആയിരിക്കുന്നു. ചൂടുവെള്ളവും കട്ടൻ കാപ്പിയുമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. സായിപ്പുമാർക്ക് അതാണെങ്കിലും മതി. അവർ കഥ പറച്ചിലിന്റെ ലോകത്താണ്. ഞങ്ങൾ പക്ഷേ മടുത്തിരിക്കുന്നു. നല്ല വിശപ്പുമുണ്ട്. അങ്ങനെയിരിക്കെ സലാഡ് എത്തി. ആക്രമണം ഇതിൽ നിന്നും ആരംഭിക്കാം. അല്പം കഴിഞ്ഞപ്പോഴേക്കും പ്രാകൃത രൂപഭാവങ്ങളുള്ള ഒരു തരം റൊട്ടിയും വന്നു. നേരത്തെ കണ്ട ലൈംസ്റ്റോൺ ചിമ്മിനിയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത കഷ്ണങ്ങൾ പോലെയുണ്ട്. വണ്ടിയിൽ രാവിലെ കരുതിയിരുന്ന ഇഡ്ഡലിയിൽ ഏതാനും എണ്ണം ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അത് പങ്കിട്ട് ഞങ്ങൾ വിശപ്പടക്കി. അങ്ങനെയിരിക്കെ ഇരുട്ടിൽ നിന്നും ഒരു പാട്ട് കേട്ടു. അടുത്തുള്ള ഗോത്രഗ്രാമത്തിലെ യുവാക്കൾ. കുറച്ചു നിഴൽ രൂപങ്ങൾ മാത്രം. കറുകറുത്ത അവരെ ഇരുട്ടിൽ കാണാനേ കഴിയുന്നില്ല. ഞാൻ അതിനാൽ വെളിച്ചത്തിന് എതിരായി നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചുനേരം നീണ്ടു പരിപാടി. ആദ്യം കൈകൊട്ടിക്കൊണ്ടുള്ള പാട്ട്, പിന്നെ നൃത്തം. ക്യാമ്പിൽ ടൂറിസ്റ്റുകൾ വരുന്ന രാത്രികളിൽ അവരിവിടേക്ക് വരും. പാട്ടും നൃത്തവുമായി രാവിനെ ആഘോഷമാക്കും. സായിപ്പുമാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു.
ഏകദേശം 40 മിനിറ്റ് നേരം ഞങ്ങൾ ആ കലാപരിപാടിയും കണ്ടിരുന്നു. അഫാർ ഗോത്രക്കാരുടെ പരമ്പരാഗത നൃത്തം തന്നെയായിരിക്കാം. കലാപരിപാടി കഴിഞ്ഞതോടെ ഞങ്ങളെല്ലാം കൂടാരങ്ങളിലേക്ക് കയറി. ഇതാണ് എന്റെ കൂടാരം. ഇന്നത്തെ എന്റെ ദീർഘമായ യാത്ര അവസാനിപ്പിക്കേണ്ട നേരമായിരിക്കുന്നു. ഇന്ന് ബാറ്ററികൾ ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി ഉറക്കത്തിലേക്ക്.